കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തേങ്ങ, തക്കാളിക്ക, സവാള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒരു ചീനച്ചട്ടിയിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായത് തക്കാളിക്ക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം, വലുതാണെങ്കിൽ ഒരെണ്ണം, അങ്ങനെയാണ് കണക്ക്. അപ്പൊ തക്കാളിക്ക, സവാള, ശകലം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഒരൽപ്പം തേങ്ങ കൊത്തുകൾ, വളരെ കുറച്ച്, പിന്നെ കുറച്ച് കരിയാപ്പില. ഇത്രയും സാധനമാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ചീനച്ചട്ടിയിലോട്ട് ഇടുകയാണ്. ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനകത്ത് ഒരു സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് നിന്ന് പോയായിരുന്നു മൊബൈല്. അപ്പം ഉപ്പ് ആവശ്യാനുസരണം ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഞാനിത് വഴറ്റിയിട്ടുണ്ട്. എണ്ണ വളരെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയെ. എണ്ണ വളരെ കുറച്ച് എണ്ണ എന്തെന്ന് വെച്ചാൽ നമ്മൾ കടുക് പൊട്ടിക്കുമല്ലോ, അതിനകത്ത് എണ്ണ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഈ തക്കാളിക്ക് ഒന്ന് ഉടയുന്ന അത്രയും ആകുമ്പോഴത്തേനും നമുക്കിത് ഗ്യാസ് നിർത്തി വെച്ച് തണുക്കാൻ വെക്കാവേ. തണുക്കാൻ വെച്ചിട്ട് നമുക്കിത് കടുക് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ചോട്ടി പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മളിത് ചോട്ടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത്, കാരണം നമ്മൾ അരയ്ക്കുമ്പോഴും വെള്ളം ചേർക്കണമല്ലോ, കാരണം കൊഴുത്തിരിക്കുമല്ലോ. അത് മീഡിയം ടൈപ്പ് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന ടൈപ്പില്ലേ, ആ ടൈപ്പ് ആകണം. അപ്പൊ ഇത് കണ്ടോ, ഞാൻ എന്തോരം വെള്ളം ഒഴിച്ചു, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കടുക് പൊട്ടിക്കാനുള്ളത് റെഡിയാക്കിയ 2 വറ്റൽമുളകും നടുവെ മുറിച്ചത്, പിന്നെ കുറച്ച് കരിയാപ്പില, ഒരല്പം കടുക്, ഇത്രയും സാധനമാണ് ഞാൻ എണ്ണയിലിട്ടിരിക്കുന്നത്. കടുക് പൊട്ടിച്ചു വെച്ചു. അപ്പം നമ്മളുടെ ചമ്മന്തി ഇത് തണുത്തു, ഞാൻ അരച്ചെടുത്തു കേട്ടോ. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.